ഉമ്മ എന്റെ വർക്കിംഗ് ഡ്രസ് തിരുമ്പിയില്ലേ? അവിടെ നോക്കിയിട്ട് കാണാനില്ല. എനിക്ക് ആ പെണ്ണിന്റെ മണം തീരെ പിടിക്കണില്ല. രാവിലെ ഞാൻ എടുത്തതാണ് അത് തിരുമ്പിടാൻ വേണ്ടിട്ട്. പക്ഷെ അതിന്റെ മണം കേൾക്കുമ്പോ തന്നെ ഛർദ്ദിക്കാൻ വരുന്നു. ഞാൻ അത് അങ്ങനെ തന്നെ വെച്ച്. നീ പോയിട്ടേ തിരുമ്പിയിട്. അപ്പൊ പിന്നെ ഞാൻ എന്തിട്ടാണ് പണി ചെയ്യാ? നീ വേറെ ഏതെങ്കിലും എടുത്തിട്ട് പോ. അല്ലെങ്കിൽ തന്നെ നേരം വൈകി നിൽക്കുകയാണ്. നിനക്കിത്തിരി അമ്മയ്ക്ക് തിരുമ്പി കൊടുത്തുകൂടെ റുക്കിയ? ഉമ്മ ഞാനത് മണം വെച്ച് തിരുമ്പാത്തതല്ല, എനിക്കതിന്റെ മണം പിടിക്കാത്തത് കൊണ്ടാണ്. ഉമ്മ ഞാൻ പോണിട്ടോളൂ. ഇന്നത്തെ ഒരു ദൂരെയാണ് പണി. ഞാൻ കുറച്ച് വൈകും. വരുമ്പോ എന്തെങ്കിലും വാങ്ങിട്ട് വരണം, പച്ചക്കറി. വേണ്ട വേണ്ട, നീ ഒന്നും വാങ്ങണ്ട. നീ പൈസ ഇങ്ങോട്ട് കൊണ്ടു തന്നാൽ മതി. ഞാൻ വാങ്ങിച്ചോളാം വീട്ടിലുള്ള സാധനങ്ങളൊക്കെ. നീ വാങ്ങിച്ചു കഴിഞ്ഞാൽ നീ ഒരുപാട് പൈസ ചെലവാക്കും. പൈസക്കൊക്കെ ഒരുപാട് ആവശ്യങ്ങളുള്ളതാണ്. അതിനെ പഠിപ്പിക്കാനും പൈസയൊക്കെ അയച്ചു കൊടുക്കണ്ടേ? അപ്പൊ പൈസ ഇങ്ങോട്ട് കൊണ്ടു തന്നാൽ മതി. വീട്ടിലുള്ള സാധനങ്ങൾ എന്താ വെച്ചാൽ ഞാൻ തന്നെ വാങ്ങിച്ചോളാം. എവിടെ ഇന്നലത്തെ കൂലി? എനിക്ക് തന്നില്ലാലോ നീ. അത് ഞാൻ ഇന്നലെ ഇട്ട ഷർട്ടിന്റെ പോക്കറ്റിലുണ്ട്. നിനക്ക് പോണ്ട, ഞാൻ അവിടെ ഉണ്ടോ നോക്കട്ടെ. ഉണ്ട്. ഇതിലാകെ 600 റുപ്യല്ലുള്ളൂ. നോക്കിയത് നന്നായി. ഡാ ഷമീറേ, ഇതിലാകെ 600 റുപ്യല്ലുള്ളൂ. ബാക്കി എവിടെ? എനിക്ക് 850 റുപ്യ കൂലിയില്ലേ? അതെനിക്ക് ബസ്സിന് പോകാൻ പൈസ വേണ്ടേ? പിന്നെ ഇടയ്ക്ക് എല്ലാവരും ചായ കുടിക്കാൻ പോകുമ്പോ ഞാൻ പിന്നെ നോക്കി നിൽക്കില്ല. അപ്പൊ ഞാൻ ചായ കുടിക്കാൻ പോകും. അപ്പൊ അതിനും പൈസ വേണ്ടേ? ഞാൻ പോകുന്നു. എനിക്ക് തന്നെ നേരം വൈകിയിരിക്കുകയാണ്. വൈകി പോയി കഴിഞ്ഞാൽ ആ വീട്ടുകാരന്റെ വായിന്ന് കേൾക്കും. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ വന്നിട്ട് പറയാം. അല്ല, ഇവനിക്ക് ഒരു പെണ്ണ് കെട്ടി കൊടുക്കണ്ടേ? നിനക്ക് ആ വിചാരമൊന്നുമില്ലേ? അവനിക്കിപ്പോ വയസ്സ് എത്രയാണ്? 10-33 വയസ്സായി. നീ ഇങ്ങനെ അവനെ ഒരു കറവ പശുവിനെ പോലെ പിഴിഞ്ഞുകൊണ്ടിരുന്നാലോ? അവനക്കൊരു കുട്ടിയും കുടുംബവും ജീവിതവും ഒക്കെ വേണ്ടേ? ഇപ്പൊ തന്നെ ഡ്രസ്സ് തിരുമ്പി കൊടുക്കണില്ല, അവനെ കൊണ്ട് തന്നെ എല്ലാ പണിയും ചെയ്യിപ്പിക്കണ്. ഇനിയിപ്പൊ അവനക്കൊരു കല്യാണം കഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവനിക്ക് അവന്റെ കാര്യങ്ങൾ നോക്കാൻ ഒരാളായില്ലേ? നീ എന്താണ് എപ്പോഴാ കല്യാണം കഴിച്ചു കൊടുക്കാൻ തീരുമാനിക്കണേ? എനിക്കിപ്പൊ തന്നെ പിടിച്ച് പെണ്ണ് കെട്ടി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കുടുംബത്തിന് ആരാ നോക്കുക? ഇവൻ തന്നെയല്ലേ നോക്കണം. ഇവൻ കൊണ്ടുവന്നിട്ട് വേണ്ടേ നമുക്കൊക്കെ ജീവിക്കാന്? ഇവനിക്ക് പെണ്ണും കെട്ടി കൊടുത്തു കഴിഞ്ഞാൽ വരുന്ന പെണ്ണ് നല്ല സ്വഭാവം അല്ലെങ്കിലോ ഇവനെയും കൂട്ടിയിട്ട് വേറെ താമസിക്കാൻ പുറത്തു പോയി കഴിഞ്ഞാൽ നമ്മൾ ആര് നോക്കും? പിന്നെ ഇവന്റെ താഴെയുള്ളതിന് ഒരു ജോലി ആവട്ടെ. ഇനിയിപ്പൊ അവനക്ക് 1 മാസം കൂടി തന്നെയുള്ളൂ കോഴ്സ്. അത് കഴിഞ്ഞാൽ അവനക്കൊരു ജോലി കിട്ടും. പിന്നെന്താണ്? അവ പിടിച്ച് കെട്ടിക്കുക. ഇപ്പൊ 33 വയസ്സ് തന്നെയല്ലേ ആയുള്ളൂ. ഇതുവരെക്ക് വയസ്സാണ് ആൺകുട്ടികൾക്ക്. അതൊന്നും കുഴപ്പമില്ല. ഇനിയിപ്പോ 1 മാസം കഴിഞ്ഞാൽ അവനക്ക് ജോലി ആകുമ്പോ അപ്പൊ നമുക്ക് നോക്കാം. ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഹംസക്കാൻ്റെ അടുത്ത്. പറഞ്ഞു വെച്ചിട്ടില്ലേ? വിളിച്ച് ഓർമ്മിപ്പിക്ക്. അല്ലെങ്കിൽ പിന്നെ അവര് മറക്കണ്ട. പെട്ടെന്ന് കല്യാണം നടക്കട്ടെ. അതൊക്കെ ഓർമ്മിപ്പിക്കാം. സാധിക്ക് ഞാൻ കുറച്ച് ചാർജ് കൊടുത്തിട്ടാ. എന്റെ ഫോണിൽ തീരെ ചാർജ് ഇല്ലടാ. ഞാൻ കുറച്ചു നേരം കേട്ടിട്ടെ. നീ സിനിമയ്ക്ക് വരുന്നുണ്ടാ? സിനിമയ്ക്കാ? ആടാ, സെക്കൻഡ് ബാച്ചിലെ രമേഷും അവരൊക്കെ ഉണ്ട്. എന്റെ അടുത്ത് പൈസ ഇല്ലടാ. നീ നിന്റെ ഉമ്മാന്റെ അടുത്ത് വിളിച്ച് ചോദിക്കടാ. നല്ല ഫിലിമാണ്, വാ പോയിട്ട് വരാം. ഞാൻ ഉമ്മാനെ വിളിച്ച് ചോദിക്കട്ടെ. എന്റെ മകൻ വിളിക്കണ്ടല്ലോ. എന്താ സാധിക്കേ? ഹലോ ഉമ്മ, എനിക്ക് ഹോസ്റ്റൽ ഫീസ് കെട്ടാൻ സമയമായിട്ടുണ്ട്. നിങ്ങൾ എപ്പോഴാ പൈസ അയക്കുക? പെട്ടെന്ന് അയക്കി. അയച്ചു തരാട്ടാ. ഒന്ന് വന്നിട്ട് പോടാ നീ ഇങ്ങോട്ട്. എത്ര ദിവസമായി നീ ഇങ്ങോട്ട് വന്നിട്ട്? കാണാൻ തോന്നിയിട്ട് വയ്യ. ഒന്നിങ്ങോട്ട് വന്നിട്ട് പോ. ലീവില്ല എനിക്ക്. ഇപ്പൊ ലീവൊന്നും ഇല്ലമ്മ. ലീവ് ഉണ്ടാകുമ്പോ അങ്ങോട്ട് വരാം. അല്ലെങ്കിൽ തന്നെ ഇവിടുന്ന് അങ്ങോട്ട് ട്രാവൽ ചെയ്ത് അവിടെ നിന്ന് ഇങ്ങോട്ട് ട്രാവൽ ചെയ്ത് അത്രയും സമയം പോവുകയല്ലേ? അതിനെക്കാട്ടി നല്ലത് ഞാൻ ഇവിടെ ഇരുന്ന് പഠിച്ചുകൂടെ എനിക്ക്. ശരി, ഞാൻ വെക്കണോ? എനിക്ക് സമയമായി. പിന്നെ അവിടെ പോണ നേരം ഉണ്ടെങ്കിൽ ഇവിടെ ഹോട്ടലിൽ ഫുഡ് അടിച്ച് അടിച്ചു പൊളിച്ച് കൂട്ടുകാരനൊപ്പം നടക്കാം. അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂട്ടാനും ചോറും കൂടി നേരം വന്ന് കിട്ടില്ല. എന്തിനാ അങ്ങോട്ട് പോകുന്നത്?
കഴിക്കാൻ എന്തെങ്കിലും തരീ. ആ ഇപ്പൊ തരാം. ഇതെന്താ അമ്മ കഞ്ഞിയും മുട്ടയാ? വേറൊന്നും ഉണ്ടാക്കിയില്ലേ? ആ അത് സാധിക്കും. ഇങ്ങനെ 15,000 രൂപ അയച്ചു കൊടുത്തു. അവന് ഹോസ്റ്റൽ ഫീസൊക്കെ കെട്ടേണ്ടതല്ലേ. അപ്പൊ നീ ഇന്ന് പണിക്ക് പോയിട്ട് വരുമ്പോഴേ കൂട്ടാൻ വയ്ക്കാൻ എന്തെങ്കിലുമൊക്കെ വാങ്ങിയിട്ട് വാ. ഞാനിന്ന് പോണില്ലമ്മ. എനിക്ക് മേലും കൈയൊക്കെ വേദന, പനി വരും പോലുണ്ട്. ഇന്നലെ അവിടെ വൈസമ്മിന്റെ അടുക്കലായിരുന്നു പണി. മേലും കൈയൊക്കെ ഭയങ്കര വേദന. എനിക്കിന്ന് വയ്യ പോവാൻ. നീ പണിക്ക് പോണില്ല പറഞ്ഞപ്പോ എന്താ കാട്ടുക? വലിയമാന്റെ മരുന്ന് കഴിഞ്ഞിരിക്കുന്നു, അത് വാങ്ങണം. മുറുക്കാനുള്ള വെറ്റില കഴിഞ്ഞിരിക്കുന്നു. അവനിക്ക് പൈസ അയച്ചു കൊടുക്കണോടെ അയച്ചു കൊടുക്കാൻ വേണ്ടേ? എന്റെ അടുത്തുള്ളതൊക്കെ നുള്ളി പെറുക്കിയിട്ടാണ് ഞാൻ അയച്ചു കൊടുത്തത്. ഇനിയിപ്പൊ എന്റെ അടുത്ത് 5 പൈസ ഇല്ല. നീ പണിക്ക് പോണില്ല പറഞ്ഞ പിന്നെ എന്താ കാട്ടുക? കൂട്ടാൻ വെക്കാനും ചോറുണ്ണാനൊക്കെ. വയ്യാണ്ടായാൽ കൂടി ഒരു ദിവസം വീട്ടിലിരിക്കാൻ പറഞ്ഞാൽ അത് പറ്റില്ല. ആ രമേശേ, നീ പോയടാ? ആ നീ പോണ്ടാട്ടാ, ഞാനും ഉണ്ട് കൂടെ. ആ ഞാൻ വരുന്നുണ്ട്. ആ ശരി, നീ നിക്ക്. ഞാനേ രമേശിന്റെ കൂടെ പോകും. ബസ്സിൽ പോകാൻ ഇനി നേരമില്ല. എനിക്ക് മതി. ഞാൻ പോണു. ആ ശരി, പോയിട്ട് വരുമ്പോഴേ പറഞ്ഞതൊക്കെ വാങ്ങിയിട്ട് വാ. ആ പാവം തന്നെ എന്റെ കുട്ടി. ഇത്തിരി കഞ്ഞി കുടിക്കാനെങ്കിലും നീ ഇത്തിരി തോരം കൊടുക്കണ്ട. ആ കുട്ടിയല്ലേ വയ്യാന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം വീട്ടിൽ കുതിരിക്കാന്ന് പറഞ്ഞാൽ നീ അതിന് സമ്മതിക്കണ്ട. അവനെ പണിക്ക് പോകാണ്ട് ഒരു സമാധാനവും കൊടുക്കണില്ല അവനിക്ക്. എത്ര വയസ്സിൽ കഷ്ടപ്പെടാൻ തുടങ്ങിയതാണ് അവൻ. അവന്റെ 12 വയസ്സിൽ കഷ്ടപ്പെടാൻ തുടങ്ങിയതാണ് കുടുംബത്തിന് വേണ്ടിയിട്ട്. ഇനിയും അവനക്കൊരു തോരുമില്ല. ആ കുടുംബത്തിലത്തെ മൂത്ത മക്കളായി കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ തന്നെ. നീ ഇങ്ങനെ നിന്റെ ചെറിയ മകൻ സാധിക്കില്ല മാത്രം ലാളിച്ച് പൊന്നടിച്ച് നടന്നോ? ഇവന് നിന്റെ മകൻ തന്നെയല്ലേ, നീ പ്രസവിച്ചത് തന്നെയല്ലേ. അവസാനം എന്താവോ നിന്റെ ചെറിയ മകന്റെ അടുത്തുനിന്ന്? ഇവനെ ഇത്തിരി നോക്ക്. അവയ്ക്ക് കൊടുക്കുന്ന സ്നേഹത്തിന്റെ 100-ൽ ഒരു 10%. ഇവനെ നീ തന്നെയല്ലേ പ്രസവിച്ചത്. വേറെ തവിട് കൊടുത്ത് വാങ്ങിയതൊന്നും അല്ലല്ലോ ഇവനെ. എത്ര വെച്ചിട്ടാ കണ്ടിട്ട് മുണ്ടാണ്ടിരിക്കുക? പറയേണ്ടത് പറയണ്ടേ? നോക്കിയാ അവിടെ ആരാ വന്നിരിക്കുന്നു നോക്ക്. ആ ഉസ്മാനിക്ക വരി. ആ പെൺകുട്ടിന്റെ ഫോട്ടോ കിട്ടിയിട്ട് വരാ വിചാരിച്ചു. അതുകൊണ്ടാണ് ഇത്രയും വൈകിയത്. ഇപ്പൊ പെൺകുട്ടിന്റെ ഫോട്ടോ കിട്ടിയേ. നല്ല കുട്ടി നോക്കി. എന്നാ പിന്നെ നമുക്ക് നേരിട്ട് അങ്ങോട്ട് വീട്ടിൽ പോവാലോ. ഇതാ ഇഷ്ടപ്പെട്ടോ നോക്കി. പെൺകുട്ടി കുഴപ്പമൊന്നുമില്ല. ആ ഉസ്മാനെ വാ കുത്തിരിക്കും. കുട്ടി ഡിഗ്രി കഴിഞ്ഞതാണ്. പിന്നെന്താ PSC കോച്ചിങ്ങിന് അങ്ങനെ എന്തെങ്കിലും പോകേണ്ടത് ഇത്ര. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഫോട്ടോ കാട്ടിക്കൊണ്ടുവരാൻ വേണ്ടി വന്നതാണ്. നല്ല കുട്ടി, ഫാമിലിയും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് ആ ഫോട്ടോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്ക് നേരിട്ട് പോയിട്ട് കാര്യങ്ങളൊക്കെ ഉറപ്പിക്കാം. ഉസ്മാൻക്ക, നിങ്ങൾ അവരുടെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടില്ലേ? ചെക്കൻക്ക് പെയിന്റിംഗ് പണിയാണെന്നുള്ളതൊക്കെ പറഞ്ഞിട്ടില്ലേ? ഞാൻ പെൺകുട്ടിന്റെ വീട്ടിൽ എല്ലാ കാര്യം പറഞ്ഞിട്ടുണ്ട്. ചെക്കന്റെ പണി പെയിന്റിംഗ് ആണെന്നൊക്കെ. പെൺകുട്ടിന്റെ ഉമ്മക്ക് അതൊന്നും കുഴപ്പമില്ല, മനസ്സിലാണ്ട. പെൺകുട്ടിന്റെ സ്വന്തം ഉമ്മ മരിച്ചിട്ട് 5 വർഷമായി. ഇപ്പൊ 2ാമത്തെ ഉമ്മയാണ്. അപ്പൊ ഈ കുട്ടിനെ കെട്ടിക്കൊടുത്തിട്ട് വേണം അവന്റെ സ്വന്തം മകളിനെ 2ാമത്തെ മകളിനെ കെട്ടിക്കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതാണ് അവര് ധൃതി പിടിക്കുന്നത്. അപ്പൊ പെയിന്റിംഗ് പണിയൊന്നും അവർക്ക് കാര്യമില്ല. നിങ്ങൾക്ക് ഫോട്ടോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് പോയിട്ട് പെൺകുട്ടിനെ കാണാം, മനസ്സിലാണ്ട. അത്രേ ഉള്ളൂ. പെൺകുട്ടിക്ക് ഒരു നിർബന്ധമുണ്ട്, അവർക്ക് കല്യാണം കഴിഞ്ഞാലും പഠിക്കാൻ പോകണം. അത് മാത്രമേ ഉള്ളൂ. ഒരു ദുസ്വഭാവവും ഇല്ലാത്ത ചെക്കനാണ്. വരുന്ന പെൺകുട്ടിന്റെ ഭാഗ്യമാണ് ശരിക്കും പറഞ്ഞാല്. അവനാണ് അവന്റെ താഴെയുള്ളതിനൊക്കെ പഠിച്ചിട്ട് ഇപ്പൊ എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യില്ല. അവൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ട് ബാംഗ്ലൂരിൽ. ഇവനെ പെണ്ണ് കെട്ടി കൊടുത്തിട്ട് വേണം അവന്റെ താഴെയുള്ളതിന് പെണ്ണ് നോക്കാൻ. അവന് പറ്റിയ നല്ല നല്ല പെൺകുട്ടികൾ അതിൻ്റെ അടുത്ത് വേറുണ്ട്. നല്ല ജോലിക്കാരി പെൺകുട്ടികൾ. ഇവന്റെ കഴിയട്ടെ, എന്നിട്ട് നമുക്ക് അവനക്ക് നോക്കാം. എന്റെ മകൻ മരിച്ച് 40 കഴിഞ്ഞ് അപ്പത്തൊട്ട് തുടങ്ങിയതാണ് എന്റെ പേരക്കുട്ടിന്റെ കഷ്ടകാലം. അവനാണല്ലോ മൂത്തത്. അവന്റെ താഴെയുള്ളതിനെ അവൻ പഠിപ്പിക്കുന്നു പെയിന്റിംഗ് പണിക്ക് പോയിട്ട്. അവൻ പഠിത്തം നിർത്തി ഇതാ ഞങ്ങളിലേക്ക് നോക്കുന്നു. ഈ വീടൊക്കെ ഈ നിലക്കെത്തിച്ചതൊക്കെ അവൻ തന്നെ. അവന്റെ ഒരു അധ്വാനം കൊണ്ട് മാത്രമാണ് ഞങ്ങളൊക്കെ ജീവിച്ചു പോണത്. അത്രയും നല്ല തങ്കപ്പെട്ട കുട്ടിയാണ് അവൻ, മനസ്സിലാകണ്ട. അപ്പൊ അവനിക്ക് വരുന്ന പെണ്ണും അതുപോലെ നല്ല സ്വഭാവമുള്ള കുട്ടിയായിരിക്കണം. അവനിക്ക് ഒത്തതായിരിക്കണം. അത്രയേ ഉള്ളൂ ഞങ്ങൾക്ക്.
പെൺകുട്ടി അത്ര പഠിച്ചതൊന്നും വേണമെന്നില്ല, 10ാം ക്ലാസ് ഒക്കെ തന്നെ ധാരാളമാണ്. ഇതിപ്പോ ഓവറായി. ആ പെൺകുട്ടിക്ക് ഇവനെ ഇഷ്ടപ്പെടുന്നത് തന്നെ വലിയ കാര്യം. ഇവനിക്ക് പെയിന്റിംഗ് പണിയല്ലേ. ഇപ്പോഴത്തെ പെൺകുട്ടികൾക്കൊക്കെ എന്താ ഡിമാൻഡ്? പഠിച്ച പെണ്ണുങ്ങള് ജോലിയുള്ളവരെ തന്നെ ഇപ്പൊ കിട്ടുള്ളൂ. പെൺകുട്ടിനെയൊക്കെ കിട്ടാൻ പാടാണെന്ന് ഇതിപ്പോ ഇവർക്ക് ഓക്കെ പറഞ്ഞത് തന്നെ വലിയ കാര്യം. പഠിച്ച പെൺകുട്ടികളെ കാട്ടി നല്ലത് പഠിക്കാത്ത പെൺകുട്ടികൾ തന്നെയാണ്. അതാവുമ്പോ നമ്മൾ പറഞ്ഞത് കേട്ട് നടക്കുമല്ലോ. പിന്നെ അവർക്ക് വേറെ നിവൃത്തിയില്ലല്ലോ. കുട്ടിക്ക് തുടർന്ന് പഠിക്കണം എന്നാണ് അവളുടെ ആഗ്രഹം. ഓ, ഒരു വലിയ പഠിപ്പുകാരി. കല്യാണം കഴിഞ്ഞാലൊന്നും അവളെ പഠിപ്പിക്കില്ല. അവനിക്ക് പെയിന്റിംഗ് പണി തന്നെയല്ലേ. ആ പെയിന്റിംഗ് പണി ചെയ്ത പൈസയും കൊണ്ട് ഇവിടെ പഠിപ്പിക്കാനാണ്. എന്നാ പിന്നെ അതിനെ ഉണ്ടാവുള്ളൂ അവൻ്റെ അടുത്ത് പൈസ. ഇനി ഇതൊന്നും പോയിട്ട് അവിടെ പോയി പറയാൻ നിൽക്കണ്ടേ. എങ്ങനെയെങ്കിലുമൊക്കെ കല്യാണം കഴിയട്ടെ എന്ന്. ഇവനെ കെട്ടിക്കൊടുത്തിട്ട് വേണം എനിക്ക് ചെറിയ എനിക്ക് പെണ്ണ് നോക്കാൻ. അവൻ ബാംഗ്ലൂര് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ അല്ലേ. അവനിക്ക് നല്ല ആലോചന തന്നെ നോക്കണം. മൂത്തവനിക്ക് കല്യാണം കഴിച്ചു കൊടുക്കാണ്ട് രണ്ടാമത്തവനിക്ക് കല്യാണം കഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നാട്ടുകാരെന്തെങ്കിലും പറയില്ലേ. അതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോ മൂത്തവനെ കല്യാണം കഴിച്ചു കൊടുക്കുന്നത്. എന്റെ പ്രതീക്ഷ മുഴുവൻ രണ്ടാമത്തെ മകനിലാണ്.